എന്റെ അമ്മേ. ചേട്ടൻ എന്നോട് പുറത്ത് മാപ്പാക്കണം. ഞാനും കൃഷ്ണയും തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ചക്കാലത്ത് ഭഗവതിയാണ് സത്യം. ഞാൻ ലെസ്ബിയൻ അല്ല ചേട്ടാ, ഞാൻ ശരിക്കും സ്ട്രെയിറ്റാ. ഈ ലോകത്ത് ഇപ്പൊ എന്റെ അവസ്ഥ മനസ്സിലാവുന്ന ഒരൊറ്റൊരാള് അത് ചേട്ടൻ മാത്രം. മേഡം പറഞ്ഞ പോലെ 2 പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ട് സാർ. ചേട്ടൻ എൻ്റെ മുട്ട, ചേട്ടൻ എൻ്റെ സ്നേഹം സ്വീകരിക്കണം, എന്നോട് പൊറുക്കണം പ്ലീസ്. എണീറ്റിട്ടെന്തിനാ? താഴങ്ങളെ ഭാര്യ വന്നിട്ടുണ്ട്, വമ്പൻ സീനാണ്. എന്റെ ഏത് ഭാര്യ? ഇന്നലെ കഴിച്ച ഭാര്യ. സത്യം ചേട്ടാ ചേട്ടാ പറ്റിപ്പോയി. കല്യാണത്തിന് രാവിലെ ഇതൊരു പെറുക്കി വന്ന് ഏട്ടൻ ഗേയാന്ന് പറഞ്ഞപ്പോ പറ്റിപ്പോയതാ. അപ്പൊ ഇവനാ പറഞ്ഞത് നമുക്ക് ഒളിച്ചോടാന്ന്. ഇതെന്റെ എന്റെ ബെസ്റ്റിയാ, അല്ലാണ്ട് കാമുകനൊന്നും അല്ല. രാഘവ, ഇനി ഇങ്ങനെ ഒരു കുടുക്കിൽ കുടുങ്ങി കിടക്കുന്ന സമയത്ത് എന്റെ ചങ്ങായിയായ എനക്കത് കണ്ടു നിൽക്കാൻ പറ്റുക? എന്തായാലും എന്റെ മോള് എന്റെ പുരയിലേക്ക് വരികയാണ്. അപ്പൊ എന്റെ മോള് ലിഖിന എന്റെ പുരയിലേക്ക് വരട്ട്, ജയേഷിന്റെ പെണ്ണായിട്ട്. ഇനി ഇപ്പൊ ജാതകം ഒന്നും നോക്കണ്ട, 2 കല്യാണം നമുക്ക് ഒന്നിച്ച് നടത്താം. ടീച്ചറെ, ഇതൊരുമാതിരി തൂറാത്തം തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞ മാതിരിയല്ല. ആ ചേട്ടാ, എന്റെ കല്യാണം. ഇതെന്താ ഇത്ര പെട്ടെന്ന്? ഇതും പറഞ്ഞ അച്ഛനമ്മയും പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പിന്നെ എനിക്കിഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു. പലപ്പോഴായും പല രീതിയിൽ ഞാനത് പ്രകടിപ്പിച്ചതാ. പക്ഷേ കമ്പാറ്റബിലിറ്റി, ഏജ് ഗ്യാപ്പ്, അങ്ങനെ കുറേ ഡിഫറൻസസ്. ചിലപ്പോൾ ആൾക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവും. മറ്റന്നാൾ എൻ്റെ മനസ്സമ്മത. ചേട്ടൻ വരുമോ? ഏട്ടന് ആർക്കാ ഇഷ്ടമല്ലാത്ത? എനിക്കിഷ്ടമല്ല. മാജിൻ മാത്യു ഈ നിൽക്കുന്ന കൊട്ടാരത്തിൽ ജോസഫിന്റെ മകൾ പ്രിസില്ല മെറിൻ ജോസഫിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? വാഗ്ദാനം ചെയ്യുന്നു. പ്രിസില്ല മെറിൻ ജോസഫ് ഈ നിൽക്കുന്ന മാത്യുവിന്റെ മകൻ മാജിൻ മാത്യുവിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിസില്ല, പറയൂ. പ്രിസില്ല, പറയൂ, വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ ചെയ്യുന്നില്ല. എന്തോന്നാണ് വിളി പറയുന്നത്? എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്? Jayesh, this is my scene and that's my dinosaur. Okay? I hope it's not too late. No. No? No. Look, I made it! പിടിക്കടാ. What? Will you marry me? Yes, yes, yes. എന്താ ഇവിടെ നടക്കുന്നത്?
My God. All done. എന്നാടാ എല്ലാരും പഴമൊഴി പോലെ നോക്കിയേക്കുന്നത്? അടിച്ചു പിടിക്കടാ ഇവന്റെ കയ്യിൽ What the നിന്ന്. hell? ആൺപിള്ളേരെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ അപ്പൊ താഴത്തൊന്നും കാണുന്നില്ലേ? അവരോട് ചോദിക്കും. What a sinner. Bloody jackass. Messing my party. She doesn't want you. Don't you understand? Swine. എന്തെന്നാണ് മാജി മാത്യു ഇത്? എന്താണ് പള്ളിയിൽ വെച്ച് ഈ മുറിഞ്ഞുകാരിയപ്പ എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയി കള്ള കല്യാണം നടത്തി ഇവിടെ ഈ പാർട്ടി നടത്തുമ്പോ മാന്യമായിട്ട് നരമ്പാക്കാൻ പോലെ എന്റെ പിള്ളേര് കണ്ണി ചോരയിലാണ് പട്ടിയെ തല്ലിട പോലെ തല്ലിട്ട് സഹിക്കണില്ല. എന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാജി എന്റെ കോപ്പ് മനസ്സിലാകുന്നത് സ്വന്തം പെണ്ണിനെ മറ്റൊരു പുരുഷൻ കയ്യെ പിടിച്ച് കൂടെ കൊണ്ടുപോകുന്നത് താണ്ടിട്ടുണ്ടോ? ഉണ്ട് മാജി മാത്യു ഉണ്ട്. പക്ഷെ താലി കെട്ടിയതിനു ശേഷം ഓൾ അവിടുന്ന് ഒളിച്ചോടിപ്പോയത്, അതും ഫോട്ടോഗ്രാഫറുടെ കൂടെ. എന്നിട്ട് തല്ലി കാലൊടിച്ചില്ലേ രണ്ടിന്റെയും? അറ്റ്ലീസ്റ്റ് ആ പെണ്ണിന്റെ മുഖത്ത് കുറച്ച് കരിവായില്ലെങ്കിലും. എന്തിന് മാജി മാത്യു, എന്തിന്? പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റാത്ത രണ്ടുപേരെ തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് എന്ത് കാര്യം? അവിടെ ഒരു നല്ല കുടുംബം ഉണ്ടാവോ? താൻ എന്നെക്കാളും വലിയ തോൽവിയായിരുന്നല്ലേ? ഇതുപോലത്തെ മെസ്സേജുകൾ ഫോർവേഡ് ആയിട്ട് പോലും എനിക്ക് ആരും അയച്ചു തന്നിട്ടില്ല. എടോ താൻ ഡൗൺ ആവില്ലേ ബ്രോ? ബ്രോ ഡൗൺ ആവില്ലേ ബ്രോ? ഞാൻ ഡൗൺ ആവില്ല. നമുക്കുള്ള പെണ്ണ് എവിടെന്നെങ്കിലും വരും. റോയ്ക്കും വരും, എനിക്കും വരും. വരുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ മതിയായിരുന്നു. ജയേഷിന് എന്നെ അറിയോ? ആയിഷയല്ലടാ, താത്രി, താത്രിക്കുട്ടി. ഡോക്ടറെ, നിങ്ങളെ കല്യാണം ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും സംഭവിക്കുക. ഒരു കാര്യം ഉറപ്പാ, പേരിൽ 5 അക്ഷരമുള്ള ഒരാളായിരിക്കും നിങ്ങൾ കല്യാണം കഴിക്കുക. കൃഷ്ണ, മദർ പ്രോമിസ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ശരിക്കും ലെസ്ബിയൻ തന്നെയാണെന്ന്. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടിപ്പില്ലേ? അവിടെ ഒടുക്കത്തൊരു ചോട്ടം. അല്ലണേ, എനിക്കിപ്പോ എന്താ എന്റെ വീട്ടിൽ പോഞ്ഞിട്ട് 6 മാസമായിട്ടല്ലേ ഉള്ളൂ പോയിട്ട്. അല്ല ഉരിപ്പേ, നീ ഇതെന്താ ടി വിയിൽ കാണുന്നത്? എന്താണ് ഞാൻ ബെൽറ്റൂരനാ? അല്ല മാഷേ, ഇതെന്നാ ഇങ്ങളീ ജാതയെല്ലാം കൊണ്ടുപോയി വേസ്റ്റ് കളഞ്ഞിനി? സുമേ, നീ അതെല്ലാം കൊണ്ട് അടുപ്പിലിട്ട് കത്തിച്ചിട്ട് 2 ദിവസം സ്ട്രോങ് ചായ കൊണ്ടെടുത്തേ.